പ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം. പ്രേമകാന്തനെ കാണാം. സുന്ദരരൂപനെ ഞാൻ ഈ മേഘമതിൽ വേഗം കാണാം. പ്രേമകാന്തനെ കാണാം. സുന്ദരരൂപനെ ഞാൻ ഈ മേഘമതിൽ വേഗം കാണാം. പ്രേമകാന്തനെ കവിച്ചവരും കല്ലേറാടിക്കൊണ്ടു മരിച്ചവരന്ന് മസിഹായോടു വാഴുമനാട്ടിൽ കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറാടിക്കൊണ്ടു മരിച്ചവരന്ന് മസിഹായോടു വാഴുമനാട്ടിൽ യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം. പ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം. പ്രേമകാന്തനെ കാണാം. പൊന്മണിമാലയവൻ എനിക്കു തരും ശുഭ്രവസ്ത്രം നാഥനെന്നെ ധരിപ്പിക്കുമെന്ന്. പൊന്മണിമാലയവൻ എനിക്കു തരും ശുഭ്രവസ്ത്രം നാഥനെന്നെ ധരിപ്പിക്കുമെന്ന്. കണ്ണുനീരാകെ ഒഴിഞ്ഞിടുമേ ആയിരമാണ്ടു വസിക്കുമവനോട് നാട്ടിൽ എനിക്കായൊരുക്കിയ വീട്ടിൻ. കണ്ണുനീരാകെ ഒഴിഞ്ഞിടുമേ ആയിരമാണ്ടു വസിക്കുമവനോട് നാട്ടിൽ എനിക്കായൊരുക്കിയ വീട്ടിൽ. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം. പ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം. പ്രേമകാന്തനെ കാണാം. പകലിൽ അവിടെ പ്രശോഭിതമായൊരു നാട്ടിൽ ജീവജല നദിയുണ്ടവിടെ. ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം നല്ലൊരു ഭുവനദേശം. ജീവജല നദിയുണ്ടവിടെ. ജീവമരങ്ങളുമായി നിലകൊണ്ടൊരു ദേശം നല്ലൊരു ഭുവനദേശം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം. പ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം. പ്രേമകാന്തനെ കാണാം. യേശു മഹോന്നതനെ മഹോന്നതനെ വേഗം കാണാം. പ്രേമകാന്തനെ കാണാം. പ്രാർത്ഥിക്കാം. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പിന്നെ ഈ ക്ലാസ്സുകൾ എടുക്കുവാനായിട്ട് കർത്താവ് സഹായിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നിട്ട് പോയ ഓരോ ക്ലാസ്സുകളിലും വചനത്തിൽ പറഞ്ഞിരിക്കുന്ന
സത്യങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ പഠിക്കുവാനും അവസരങ്ങൾ നൽകി തരുന്നല്ലോ. കർത്താവിന്റെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ ഗ്രേസി ആന്റി പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രസിദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ വാഴ്ത്തും സ്തുതിക്കുന്ന കർത്താവെ. പിന്നെ ഈ സമയം കർത്താവ് ഞങ്ങൾക്ക് ഒരുമിച്ച് പ്ലസ് മീഡിയ ഗ്രൂപ്പിൽ കൂടെ ദിവസങ്ങൾക്ക് ഒരുമിച്ച് കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവമേ അവിടുന്ന് കൃപ ചെയ്തോർ നന്ദിയോട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവെ. അവിടുന്ന് ചെയ്യുന്ന ചെറുതുമല്ലുമായ നന്മകൾ ഉപകാരങ്ങളുടെ മുമ്പിൽ കർത്താവെ ഞങ്ങൾ നന്ദിയുള്ളവരായി പിന്നെയും ആയിരിപ്പാണ്ടാക്കണം. ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. എന്ന് സന്ധ്യായ സമയം കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പിന്നെയും ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേയും കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് കൃപ ചെയ്യുമാറാകണം നിങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. ആദ്യോട് അന്തം തിരുസാന്നിധ്യം കൃപയും ഉണ്ടായിരിക്കുമാറാകണം. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ നാളുകളൊക്കെയും കർത്താവ് അനേക നാളുകളായി കർത്താവിന്റെ ദാസൻ ദൈവമേ അവിടുത്തെ വചനത്തിൽ നിന്ന് കർത്താവെ ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ എവരുടെയും ജീവിതത്തിൽ അത് അനുഗ്രഹമായി ഓരോ ദിവസം തീർന്നു ഓർത്ത് നന്ദിയോട് വാഴ്ത്തുന്ന കർത്താവെ. ഇന്ന് രാത്രി കാലം കർത്താവെ നല്ല ആലോചനകൾ സംസാരിപ്പാണ്ടാക്കണം. ദൈവാത്മാവിന്റെ നിറവില് കർത്താവെ ദൈവവചനം പഠിപ്പിപ്പാണ്ടാക്കണം. അങ്ങയുടെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തി സഹായിക്കുകയും ചെയ്യുമാറാകണം. ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ കേൾക്കപ്പെടുന്ന ആലോചനകൾ കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് പിന്നീതും പ്രകാരം കർത്താവ് അനേകർക്ക് കർത്താവെ ഞങ്ങൾ പ്രയോജനപ്പെടുന്നവരായി തീരുവാണ്ടാക്കണം. അടിങ്ങളുടെ എല്ലാ ഹൃദയങ്ങളെയും കർത്താവ് അവർക്ക് ബലപ്പെടുത്തുകയും ചെയ്യുമാറാകണം. ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസന്റെ ശക്തിയോട് അവിടുന്ന് ഉപയോഗിക്കുമാറാകണം. ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവെ. പിന്നെയും അനേക ഇടങ്ങളിലെ കർത്താവ് ദൈവവചനം പഠിപ്പിക്കാനും സൂക്ഷിപ്പാനും ഒക്കെ ഉള്ള കൃപ ഞങ്ങളുടെ ദാസന്റെ മേൽ പിന്നെയും അവിടുന്ന് പകരുമാറാകണം. ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെ സഹായിക്കണമേ. കുഞ്ഞുങ്ങളെല്ലാം ഓർത്ത് എല്ലാ വിഷയങ്ങളുടെ മേലും കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കുമാറാകണം. ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. അല്പസമയങ്ങൾ കർത്താവിന്റെയും അടിങ്ങളുടെ ദിവസത്തിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അടിയങ്ങളോട് വ്യക്തമായി കൃത്യമായി ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുമാറാകണം. ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ ദൈവത്തിന്റെ ആഴങ്ങളിൽ നിന്ന് കർത്താവ് നല്ല ആലോചനകളെ പകർന്നു തരുവാൻ ഞങ്ങളുടെ ദാസിനെ പിന്നെ ഇവിടുന്ന് സഹായിക്കാൻ ബലപ്പെടുത്തുകയും ചെയ്യുമാറാകണം. ഞങ്ങളുടെ പ്രാർത്ഥനകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന പച്ച വലിയ സന്തോഷത്താൽ അടിങ്ങളെല്ലാം ഇവിടെ നിറച്ചാട്ട് കർത്താവേ. സകല നന്മകളാൽ നിറയ്ക്കണമേ. മാനവും മഹത്വം അവിടെ നിന്ന് എടുക്കണമേ. സകലവും യേശു ക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കണമേ. സ്വർഗ്ഗസ്ഥ നല്ല പിതാവേ. എന്നാൽ കേൾക്കുന്ന വചനം അത് ഉള്ളിൽ ക്രിയ ചെയ്യാതെ ആ വചനമാകുന്ന വിത്തിനെ പൈശാചിക ശക്തി എടുത്തുകൊണ്ടുപോയി ാണെങ്കിലും ഞാൻ എൻ്റെ പ്രസംഗത്തിലും പ്രാർത്ഥനയിലൊക്കെ അത് കൂടെ പറയാറുണ്ട്, ഉൾക്കൊള്ളിക്കാറുണ്ട്. സ്തോത്രം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം കേട്ട ക്ലാസ്സുകൾ അല്പവിശ്വാസം, കടുകുമണിയുടെ പ്രത്യേകതകളെ കുറിച്ച്, അതിന്റെ വളർച്ചയെക്കുറിച്ച്, അതിന്റെ പ്രത്യേകതയെക്കുറിച്ച്, ആ വിശ്വാസം വളരുന്നെങ്കിൽ എന്താണ് നമുക്ക് ചെയ്യാനായിട്ട് കഴിയുന്നത്? ഈ മലയോട് നീങ്ങാൻ പറഞ്ഞാൽ അത് നീങ്ങും. തീർച്ചയായിട്ടും ആ വചനങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാൻ ഈ ദിവസങ്ങളൊക്കെ പ്രാർത്ഥിക്കുകയും പ്രസംഗമൊക്കെ ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും ക്ലാസ് വളരെ അനുഗ്രഹമായിക്കൊണ്ടിരിക്കുന്നു. തുടർന്നുള്ള ക്ലാസ്സിനായി പ്രിയ സാറിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോട് സംസാരിക്കാൻ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഇല്ല സാറെ, കേൾക്കത്തില്ല. ഇല്ലില്ല, ഡിസ്കണക്ട് ആയിട്ടുണ്ട്. ലൂസ് ഇല്ല. The Bluetooth device is here. Log input mode. നമുക്കൊരുമിച്ച് ദൈവവചനം പഠിക്കുവാൻ ഒരുമിച്ച് കൂടി ഒരു കർത്താവിന്റെ അവസരത്തെ എത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവ് രാത്രി നമ്മെ കടന്നു വന്നിരിക്കുന്ന
ദൈവവൃത്തന്മാർക്കായി കുടുംബങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാ നിലയിലും നമ്മെ അനുഗ്രഹിക്കട്ടെ. പഠിക്കുന്ന വചനങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുന്നു എന്ന് കേൾക്കുന്നതിൽ വളരെ ശരിയായ സന്തോഷമുണ്ട്. കർത്താവ് എല്ലാ നിലയിലും വചനത്തിൽ നമ്മെ ബലപ്പെടുത്തുകയും ഉറപ്പിക്കുകയും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മള് പുളിപ്പിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പുളിപ്പ് എന്നുള്ള ഒരു ചോദ്യത്തോടെ ആണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്ന ഉപമ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാന ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ച് അവസാനിപ്പിച്ചത് ഒരു സ്ത്രീയാണ്. ഈ ഒരു പറ മാവിൽ പുളിച്ച മാവ് ചേർത്തത്. നമുക്കറിയാം, ഞാൻ പല കാര്യങ്ങൾ പറഞ്ഞു. സ്ത്രീ എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ പലയിടങ്ങളിലും ദുഷ്ടതയ്ക്കും കാപട്യത്തിനും അശുദ്ധിക്കും അവിശ്വസ്തതയ്ക്കും ഒക്കെ പ്രതീകമായിട്ട് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ നല്ല അർത്ഥത്തിലും സ്ത്രീയെ തിരുവെഴുത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതും കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചു. മിസ്രയീമിൽ നിന്ന് വിടുവിക്കപ്പെട്ടതിന്റെ ഓർമ്മയ്ക്കായി ആചരിക്കുവാനായിട്ട് ദൈവം കൽപ്പിച്ച് നൽകപ്പെട്ട ഉത്സവമാണ് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാള് അവരാചരിക്കുമ്പോൾ നമുക്കറിയാം, അപ്പത്തിന്റെ പെരുന്നാൾ എന്ന് പറയുന്നല്ലേ. അപ്പത്തിന്റെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അത് ആഹാര വസ്തു കൊണ്ട് അപ്പം ഉണ്ടാക്കി അതുകൊണ്ട് ഉത്സവം ആചരിക്കുന്ന ആഘോഷമാണ്, ഉത്സവമാണ്. പക്ഷെ ആ പെരുന്നാളിൽ അപ്പം ഉണ്ടാക്കുമ്പോൾ ഒരു കാരണവശാലും അത് പുളിപ്പിച്ച മാവ് കൊണ്ട് ഉണ്ടാക്കാൻ പാടില്ല. അത് പുളിപ്പില്ലാത്ത അപ്പം തന്നെ ആയിരിക്കും. നമുക്കറിയാം, ഇവരുടെ യാഗങ്ങളും ഇവരുടെ ഉത്സവങ്ങളും എന്നൊക്കെ പറയുന്നത് ആരാധന. ഉത്സവങ്ങൾക്കും എന്താണ്? ആരാധനയാണ്. അവരർപ്പിക്കുക, യാഗം കഴിക്കുകയാണ് ഉത്സവങ്ങൾക്കകത്ത്. എല്ലാ ഉത്സവങ്ങൾക്കകത്തും ആരാധന തന്നെയാണ്. ഇപ്പൊ ദൈവത്തെ ആരാധിക്കുമ്പോൾ പുളിപ്പ് പാടില്ല, മറിച്ച് ദൈവിക ആരാധന എപ്പോഴും വിശുദ്ധിയിലും നിർമ്മലതയിലും ദൈവത്തെ ആരാധിക്കേണ്ടതിന്റെ ആവശ്യകത ഇസ്രായേലിനെ ദൈവം അവരെ വിടുവിച്ച വിടുതലിന്റെ ഓർമ്മയ്ക്കായിട്ട് എല്ലാ വർഷവും അവർ ആചരിക്കേണ്ടിയ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ അവർ ആഘോഷിക്കുമ്പോൾ ദൈവം അവരെ എല്ലാ വർഷവും ഓർപ്പിക്കുന്ന ഒരു സത്യം അതാണ്: നിങ്ങൾ മിസ്രയീമിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. നിങ്ങൾ ഫറവോനും അല്ലെങ്കിൽ അതിന്റെ ആത്മീയ തലത്തിലാണെങ്കിൽ ചിന്തിച്ചാൽ നിങ്ങൾ പിശാചിന്റെ അടിമത്വത്തിലായിരുന്നു. അവിടെ നിന്ന് യഹോവയായ ദൈവം നിങ്ങളെ വിടുവിച്ചു. മോശയാണ് അതിന് നേതൃത്വം വഹിച്ചത്. യേശു ക്രിസ്തുവിന് നിഴലായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് എപ്പോഴും ക്രിസ്തു, മോശ. അപ്പോൾ മോശയിലൂടെ വിടുതൽ ലഭിച്ച ജനം എല്ലാ വർഷവും അവർ മറന്നുപോകാതെ അവര് മിസ്രയീം വിട്ടതിന്റെ ഓർമ്മ അവര് പുലർത്തുകയും ആഘോഷിക്കുകയും ആചരിക്കുകയും ചെയ്യാനായിട്ട് ദൈവം അവർക്ക് കൊടുത്ത ആചരിക്കാൻ നൽകിയ ഉത്സവം ആണ് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ എന്ന് പറയുന്നത്. അതൊരു കാരണവശാലും പുളിപ്പിച്ച മാവ് കൊണ്ട് ആ ഉത്സവം ആചരിക്കുവാനായിട്ട് പാടില്ല. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് അവിടെയാണ്, ദൈവിക ആരാധനയിൽ അശുദ്ധി ഉണ്ടാകാൻ പാടില്ല. ദൈവം വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിനെന്ന് പുതിയ നിയമം നമ്മെ ഓർപ്പിക്കും. ദൈവത്തിന് അർപ്പിക്കുന്ന ആരാധകൻ വിശുദ്ധരായിരിക്കണം. റോമാലേഖനം 12:1 അത് തന്നെയല്ലേ നമ്മളെ ഓർപ്പിക്കുന്ന. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിക്കുക. ആരാധനയിൽ അശുദ്ധി പാടില്ല, പുളിപ്പ് പാടില്ല. അത് വിശുദ്ധിയിലായിരിക്കണം ദൈവത്തെ ആരാധിക്കുന്നത്. കാരണം ദൈവം വിശുദ്ധനാകയാൽ
അവനെ ആരാധിക്കുന്നവരും വിശുദ്ധരായിരിക്കണമെന്നും ആരാധന വിശുദ്ധിയിലായിരിക്കണമെന്നും ദൈവം നിർക്കർഷം ചെയ്യുന്നില്ല, സാധിക്കുന്നില്ല. അപ്പൊ കപടഭക്തി എന്ന് പറയുന്നതും പൊളിപ്പാണ്. അത് സഭയെ എന്ത് ചെയ്യും? മലിനം ആക്കും, സഭയെ അത് നശിപ്പിക്കും, സഭയുടെ നല്ല സൽപ്പേരിനെ, ഗുഡ്വില്ലിനെ അത് ഇല്ലാതാക്കും. ദേശത്ത് നിന്നാപാത്രങ്ങളായി മാറും, പരിഹാസപാത്രങ്ങളായിട്ട് മാറും. ദൈവരാജ്യം ദുഷിക്കപ്പെടും എന്നുള്ളത് ഈ കപടഭക്തി കൊണ്ടും ഉണ്ടാകുന്ന അപകടകരമായ സാഹചര്യമാണ്. ഇതൊക്കെ ദൈവമക്കളിൽ നിന്നും ശുശ്രൂഷകന്മാരിൽ നിന്നും മാറ്റപ്പെടേണ്ടതാണെന്നുള്ളത് തിരുവെഴുത്തെപ്പോഴും ശക്തമായിട്ട് നമ്മെ ഓർപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഏഴാമതായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 6-7 വാക്യം വായിക്കുമ്പോൾ കൊരിന്ത്യ സഭയിലെ ദുർനടപ്പിനെ പൗലോസ് പൊളിപ്പ് എന്നാണ് പറയുന്നത്. കൊരിന്ത്യ സഭയിൽ ഒരു ദുർനടപ്പിന്റെ വാർത്ത പൗലോസ് കേട്ടു. നമുക്കറിയാം, 5-ാം അധ്യായം വായിക്കുന്നു. അപ്പന്റെ ഭാര്യയെ സ്വന്തം ഭാര്യയെ പോലെ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരുവൻ ദൈവസഭയ്ക്കകത്ത് അവനെ സഭയിൽ തുടരുവാനും സഭ അനുവദിച്ചു. പൗലോസ് അതിനെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും അവനെ സഭയിൽ നിന്ന് പുറത്താക്കുവാനായിട്ട് പൗലോസ് ആജ്ഞാപിക്കുകയും ചെയ്തു. ആ കാര്യം വിശദീകരിക്കുമ്പോൾ 1 കൊരിന്ത്യർ ലേഖനം വേണം, ഞാൻ ആ വാക്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. 5-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിക്കുമ്പോൾ, നിങ്ങളുടെ ഇടയിൽ ദുർനടപ്പുണ്ടെന്ന് കേൾക്കുന്നു. ഒരുത്തൻ തന്റെ അപ്പന്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്ന പോലെ അത് ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് തന്നെ, എന്നിട്ടും നിങ്ങൾ ചേർത്തിരിക്കുന്നു. ഈ ദുഷ്കർമ്മം ചെയ്തവനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ദുഃഖിച്ചിട്ടുമില്ല. ഞാനോ ശരീരങ്ങളുടെ ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് കൂടെയുള്ളവനായി നിങ്ങളുടെ മധ്യ ഇരിക്കുന്നവനായി തന്നെ ഈ ദുഷ്കർമ്മം ചെയ്തവനെ കുറിച്ച് നിങ്ങളും എന്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശക്തിയോട് ഒന്നിച്ചു കൂടിയിട്ട് നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ അവനെ ആത്മാവ് കർത്താവായ യേശുവിന്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് ജഡസ്വഭ നന്നല്ല അസാരം പുളിമാവ് ആയി സാത്താനെ ഏൽപ്പിക്കണമെന്ന് വിരിച്ചിരിക്കുന്നു. എന്നിട്ടാണ് പിന്നത്തെ മുഴുവൻ പൊളിപ്പിക്കുന്നുവെന്ന് അറിയുന്നില്ലയോ? നിങ്ങൾ പൊളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ടമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളയും. നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. അപ്പൊ ഇവിടെയും ദുർനടപ്പ് ആചരിക്കുന്ന, ദുർനടപ്പ് ചെയ്ത ഒരു വിശ്വാസി സഭയിലിരിക്കുമ്പോൾ അത് സഭയെ പുളിപ്പിക്കുകയും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും എന്താ മനസ്സിലാക്കുന്ന ഒരു സത്യം? പാപം ചെയ്ത വിശ്വാസി പാപം ചെയ്തിട്ട് സഭയിൽ കടന്നു വന്നാൽ അത് മുഖാന്തരം സഭ പുളിക്കും, പുളിപ്പിലേക്ക് മാറും, അശുദ്ധിയിലേക്ക് മാറും. പൗലോസിന്റെ ഒക്കെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അപ്പോസ്തലിക കാലഘട്ടത്തിൽ പാപം ചെയ്യുന്നവരെ സഭയിൽ തുടരാൻ അനുവദിക്കില്ല. പെന്തക്കോസ്തിന്റെ കേരളത്തിലെ ചരിത്രം പഠിച്ചാലും പ്രാരംഭകാലങ്ങളിൽ കുറെ കാലങ്ങൾ അതങ്ങനെ തന്നെയായി. കുറെ കഴിഞ്ഞ് പിന്നെ 3 മാസത്തെ മുടക്കായി അല്ലെ, പുറത്താക്കാതെ പിന്നെ അതിനൊരു ഇളവ് വരുത്തിയിട്ട് 3 മാസം എന്ത് ചെയ്യുക, കർത്തൃമേശയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം, സാക്ഷ്യം പ്രബോധനമൊന്നും പറയാൻ പാടില്ല, വന്ന് ആരാധനയെ സംബന്ധിച്ച് ആരാധിച്ച് പൊക്കൊള്ളു. ഇന്ന് 3 മാസവും ഇല്ല, ഒരാഴ്ച പോലും എന്ത് ചെയ്യത്തില്ല, മുടക്കില്ല. കാരണം മുടക്കാനാണെങ്കിൽ 99% എന്ത് ചെയ്യണം, ഇന്ന് മുടക്കേണ്ടി. അതുകൊണ്ട് അങ്ങനെയുള്ള കർമ്മങ്ങളോ ക്രിയകളോ ഒന്നും നാം ശുശ്രൂഷിക്കുന്ന കാലയളവിൽ സഭയ്ക്കകത്തില്ല. അതുകൊണ്ട് സംഭവിക്കുന്ന പരാജയം എന്ന് പറയുന്നത് നല്ല സാക്ഷ്യമുള്ള വിശ്വാസികൾ ഇന്ന് വളരെ കുറവാണ് സഭകൾക്ക്. ദേശത്ത് അവർക്ക് എന്തില്ല, സാക്ഷ്യമില്ല. കാരണം അവരുടെ ജീവിതം നന്നായിട്ട് ദേശക്കാർക്കറിയാം, നാട്ടുകാർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ സഭയെ പുളിപ്പിക്കുക, സഭയുടെ വളർച്ച ഇല്ലാതാക്കുക, സഭയ്ക്ക് നല്ലൊരു, അല്ലെങ്കിൽ അവിടെ ആരാധിക്കുന്ന ആളുകളൊക്കെ നല്ല ദൈവമക്കളാണെന്നുള്ള സാക്ഷ്യമില്ലാതെ പോകും. പൗലോസൊക്കെ കർശനമായ നിലപാട് 1-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ ആ കാലങ്ങളിൽ സ്വീകരിക്കാനുള്ള കാരണം സഭയെ ശുദ്ധീകരിച്ചെടുക്കാൻ വേണ്ടി. കാരണം നമുക്കറിയാം, കർത്താവ് പറഞ്ഞു വരുന്നത് ഒരല്പം പുളിപ്പ്
ആ മാവിനെ, ആ പിണ്ടത്തെ, ആ ശരീരത്തെ മുഴുവൻ എന്ത് ചെയ്യും? അത് പുളിപ്പിക്കും. ഈ പാപത്തിനുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ കൂടെ പാപിയാക്കാനുള്ള കഠിന പരിശ്രമം. അത് പാപത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഇപ്പൊ ചിലരുടെ വീഴ്ചയെ കുറിച്ച് യൂത പറയുന്ന ഒരു വാക്കില്ലേ, എളിയാതെ ഭയപ്പെടുക, വീഴാതിരിക്കാൻ എന്ത് ചെയ്തോളൂ? സൂക്ഷിച്ചോളൂ. കാരണം വീണവർ നിന്നെയും വീഴ്ത്താനായിട്ട്, അല്ലെങ്കിൽ അവരെ ആരാണോ വീഴ്ത്തിയത് ആ ശക്തി നിന്നെയും വീഴ്ത്തുവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ അധികം വെളിയിലൊന്നും വേണ്ട, മറിച്ച് എന്ത് ചെയ്യണം? വളരെ ഭയപ്പെട്ട് വീഴാതിരിക്കാൻ, സൂക്ഷിക്കാനായിട്ട് യൂത മുന്നറിയിപ്പ്. അപ്പോൾ ഇത് പാപത്തിന്റെ ഒരു പ്രത്യേകത അതാ. ഇപ്പൊ നമുക്ക് അറിയാമല്ലോ, ചില അസുഖങ്ങൾ ചില ആളുകൾക്ക് ഉണ്ടായാല് അവർക്കത് ഒരു 4 പേർക്കെങ്കിലും കൊടുത്തെങ്കിലും ഒരു സമാധാനം വരും. ചില പകരുന്ന രോഗങ്ങളുണ്ടല്ലോ, അവരെ പുറത്തിറങ്ങാൻ പാടില്ലെന്ന് പറയാൻ നമ്മള് ഡോക്ടർ പറയും പുറത്തൊന്നും ഇറങ്ങില്ല, മറ്റുള്ളവർക്ക് ഇത് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അവര് അന്നേരമായിരിക്കും പുറത്തിറങ്ങുന്നത്. അതുവരെ പുറത്തിറങ്ങാതിരിക്കും. അതൊരു ടെൻഡൻസി എന്നൊക്കെ നമ്മൾ പറയില്ലേ. അത് പല കാര്യങ്ങളിൽ അങ്ങനെയാ. എനിക്ക് വന്നെങ്കിൽ 2 പേർക്ക് എന്ത് ചെയ്യണം? കൊടുക്കുക, നൽകുക എന്നുള്ളൊരു പ്രത്യേക കാഴ്ചപ്പാട് പ്രത്യേകിച്ച് പാപത്തിനുണ്ട്. പല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാല് നമ്മൾ പിന്നെ മറ്റുള്ളവരോട് ന്യായീകരിച്ച് അത് പാപമല്ലാതാക്കി അവരെ കൂടെ പാപം ചെയ്യാനായിട്ടായി പ്രേരിപ്പിക്കുന്നത്. ആ പാപം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കും. നമ്മൾ എന്തൊക്കെ ന്യായീകരണങ്ങൾ വേണം? നമ്മളോ പാപം ചെയ്തു, എന്നിട്ട് നമ്മളത് ന്യായീകരണം കൊണ്ട് അത് പാപം അല്ലാതാക്കിയ മറ്റുള്ളവരോട് സംസാരിക്കും. എന്തിനാ നീ ഇത് ചെയ്തു, കുഴപ്പമൊന്നുമില്ല, പാപമല്ല എന്നുള്ള നിലപാട്. അത് ഈ പാപത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതാണ് ഈ അശുദ്ധിയുടെ ഒരു പ്രത്യേകതയാണ്, അവിശ്വസ്തതയുടെ ഒരു പ്രത്യേകതയാണ്. ഇത് മറ്റുള്ളവരെ കൂടെ എന്താക്കും? മലിനമാക്കത്തക്ക നിലയിലേക്ക് അതിന്റെ പ്രവൃത്തി അത് ചെയ്യും. ഒക്കെ ഞാൻ ഭാഗം അവസാനിപ്പിക്കും. 8ാമത്തെ കാര്യം, 1 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 8ാമത്തെ വാക്യം. ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ട് അല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കാം. ഏത് വിധത്തിലുള്ള തിന്മയും ദുഷ്ടതയും എല്ലാം എന്താണ്? പുളിപ്പാണ്, പുളിമാവാണ്. അത് നീക്കിക്കളയുക, അത് വെച്ചുകൊണ്ടിരിക്കാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ള കാര്യമാണ് നമുക്കവിടെ ഈ ഭാഗങ്ങളിലെല്ലാം അപ്പോസ്തലന്മാര് പൗലോസൊക്കെ എഴുതുമ്പോൾ ഓർക്കും. പുളിപ്പ് ദൈവസഭയിൽ എങ്ങനെയാണ് നമ്മൾ ചിന്തിച്ചാല്, ഈ വായിച്ച വാക്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, വ്യാജ ഉപദേശങ്ങളുടെ അതിപ്രസരം. ഒരു മിനിറ്റ്. അതിൽ ആകൃഷ്ടരായിട്ട് ജനം എന്ത് ചെയ്യുന്നു? അവിടെ കൂട്ടം കൂടും. ദൈവസഭ അതിവേഗം പുളിപ്പായിട്ട് തീരുകയാണ്. അല്പം പോലും പുളിപ്പ് പിണ്ടത്തിൽ പതിക്കരുത് എന്നത്രേ കർത്താവ് നമ്മെ ഈ ഉപമയിലൂടെ മുന്നറിയിപ്പ് തരുന്നു. അല്പം പോലും പുളിപ്പ് പിണ്ടത്തിൽ പതിക്കരുത്, അല്ലെങ്കിൽ ശരീരത്തിൽ പതിക്കരുത്, അല്ലെങ്കിൽ സഭയിൽ പ്രവേശിക്കാൻ അനുവദിക്കരുത് എന്ന കർത്താവ് ഈ ഉപമയ്ക്കകത്തൂടെ പഠിപ്പിക്കും. ഇപ്പൊ വ്യാജ ഉപദേശങ്ങളുടെ അതിപ്രസരം ആത്മീക മണ്ഡലത്തിൽ വളരെയധികം ശക്തിയായിട്ട് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. വ്യാജ ഉപദേശങ്ങൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ തിരുവഴുത്തിലെ ഉപദേശങ്ങൾക്ക് വിരുദ്ധമായ നിലയിൽ ഉപദേശങ്ങൾ സ്ഥാപിക്കുക, പഠിപ്പിക്കുക, പ്രസംഗിക്കുക, അങ്ങനെ വലിയ വലിയ കൂട്ടങ്ങളും ഗ്രൂപ്പുകളും എന്ത് ചെയ്യുക? ഉണ്ടാക്കിയെടുക്കുക. ഉപദേശമോ വചന വ്യവസ്ഥയോ ഇല്ലാത്ത പ്രവർത്തനങ്ങൾ അത് വളരെ വേഗതയിൽ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്, ഇങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് ജനം ആകൃഷ്ടരായിട്ട് മാറുകയാണ്. അപ്പൊ ഈ പുളിപ്പിക്കുന്ന കൂട്ടായ്മകളിലേക്കാണ്, അല്ലെങ്കിൽ പുളിപ്പുള്ള കൂട്ടായ്മയിലേക്കാണ് ഇന്ന് ആളുകൾ എരച്ചു പോകാൻ ഇഷ്ടപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും.
ഇതെന്ത് എന്ന് ചിന്തിച്ചാല് യഥാർത്ഥ ക്രിസ്തുവിന്റെ ശരീരമായ സഭയെ മലിനമാക്കുക എന്നുള്ള ഉദ്ദേശമാണ് അതിന്റെ പിൻപിൽ വ്യാപരിക്കുന്നത്. ആളുകൾക്ക് ഈ തിരിച്ചറിവില്ല. ഇന്ന് പലയിടത്തും ആരാധനയ്ക്കായിട്ടോ പ്രാർത്ഥനയ്ക്കായിട്ടോ കടന്നു പോകുന്ന ആളുകൾക്ക് അവിടുത്തെ ഉപദേശം എന്ത് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ഗ്രാഹ്യവും, അവിടുത്തെ പഠിപ്പിക്കൽ എന്താണ് എന്നതിനെ കുറിച്ച് യാതൊരു ഗ്രാഹ്യതയും ഇല്ല എന്നുള്ളതൊരു സത്യം. കാരണം പല കൂട്ടങ്ങളിലും ഉപദേശങ്ങൾ പറയത്തില്ല. ഒരു ഉപദേശത്തിന്റെ ക്രമം അവർക്ക് പറയാനായിട്ടില്ല. ഇത് പറഞ്ഞാൽ ആളുകൾ വരികയില്ല. നമുക്കറിയാം ഇന്നത്തെ ന്യൂ ജനറേഷൻ സഭകളിലെല്ലാം എന്താണ് വരിക, കുറെ പാട്ടും കുറെ നൃത്തവും കുറെ പ്രോസ്പെക്ട് അല്ലെങ്കിൽ കുറെ അഭിവൃദ്ധിയുടെയോ ഭൗതിക അനുഗ്രഹത്തിന്റെയോ കുറച്ച് സന്ദേശങ്ങളും മാത്രം ഒതുക്കി മണിക്കൂറുകൾ പാട്ടും നൃത്തവും ആരാധനയായിട്ട് പോവുക. ഇവിടെ ഫണ്ടമെന്റൽ ആയിട്ടൊരു ഡോക്ട്രിൻ ഒന്നുമില്ല. ഡോക്ട്രിൻ വെച്ചാൽ ആളുകൾ വരികയില്ല. അപ്പൊ ഇങ്ങനെയുള്ള കൂട്ടായ്മകളും പ്രസ്ഥാനങ്ങളും ഒക്കെ ഇന്ന് യഥാർത്ഥ സഭയെ എന്ത് ചെയ്യുക, പുളിപ്പിക്കുക. ഇതെല്ലാം പുളിപ്പിക്കുന്ന പിണ്ടങ്ങൾ, അസാര പുളിമാവുകളാണ് ഇതെല്ലാം. ഇത് കർത്താവ് മുന്നറിയിപ്പ് സഭ സ്ഥാപിതമാകുന്നതിന് മുൻപേ ഉപമകൾക്കകത്തൂടെ മുന്നറിയിപ്പ് തന്ന കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ട് ഇരിക്കുന്നു എന്നുള്ളത്. ഒരു വാക്യം കൂടെ പറഞ്ഞ് ഞാൻ ഈ ഭാഗം ഈ ഉപമ ക്ലോസ് ചെയ്യാം. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് വന്നാട്ടെ. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ പുളിപ്പിനെതിരെയുള്ള ശക്തമായ മുന്നറിയിപ്പ് പൗലോസ് പറയുന്നത് 4-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ശരീരം മുഴുവനും യുക്തമായി ചേർന്ന് ഏകീഭവിച്ചും ഓരോരോ അംഗത്തിന്റെ അതാത് വ്യാപാരത്തിനൊത്തവണ്ണം ഉപരിലെഴുപ്പാനുള്ള ഏത് സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കും. ഇവിടെ പൗലോസ് പറയുന്നത് അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും, അപ്പൊ ഈ പുളിപ്പുകളെല്ലാം ഇന്ന് വരുന്നത് ഉപായത്തില, തന്ത്രമാണ്. അതുപോലെ തന്നെ മനഃപൂർവമായ ചതിയ. നമുക്കറിയാമല്ലോ, ബെന്നിഹിന്നിനെ കുറിച്ച് കൂടുതൽ ഞാൻ പറയണ്ട. എത്രയോ ലക്ഷം, എത്രയോ കോടി ആളുകൾ ആ മനുഷ്യനെ വിശ്വസിച്ചത്. അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ പങ്കെടുക്കുക. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ, അദ്ദേഹം സ്ഥാപിച്ച കാര്യങ്ങളിലൊക്കെ ആളുകൾ വിശ്വസിക്കുകയും അദ്ദേഹത്തെ ദൈവതുല്യമായി കാണുകയും ചെയ്തിരുന്നു, അല്ലെ? ഒടുവിൽ അദ്ദേഹം ശുശ്രൂഷ എല്ലാം ഏറെക്കുറെ അസ്തമിച്ചപ്പോൾ ഒരു മാപ്പുപറച്ചിലൊക്കെ നിങ്ങൾ കേട്ടു. ഇത്രയും നാൾ അദ്ദേഹം ചതിക്കുകയായിരുന്നു, സ്വയം സമ്മതിച്ചു. ആളുകളെ വഞ്ചിക്കുകയായിരുന്നെന്ന് സ്വയം സമ്മതിച്ചു. തെറ്റായ ഡോക്ടറിനാണ് താൻ പഠിപ്പിച്ചതെന്ന് താൻ ഒരു കുറ്റസമ്മതമൊക്കെ നടത്തി. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഈ കുറ്റസമ്മതം കൊണ്ട് ഈ ദുരുപദേശം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വിവിധ ഭൂഖണ്ഡങ്ങളിലേക്ക് ആളുകളുടെ ഭാഗത്തേക്ക് കൊടുത്ത് അവരെ വഴിതെറ്റിച്ചേച്ച് ഒരു കുറ്റസമ്മതം കൊണ്ട് ഈ വഴിതെറ്റിവരെല്ലാം തിരിച്ചു വരുമോ? ഒന്നും വരത്തില്ല. ആ വാർത്ത എത്ര ശതമാനം ആളുകൾ കേട്ട് കാണും? നല്ലൊരു ശതമാനവും കേട്ടിട്ടുമില്ല, അറിഞ്ഞിട്ടില്ല. ഇതെല്ലാം എന്താണ് സത്യത്തില്? പിശാചിന്റെ ചതി എന്ന് പറയുന്നത് മനുഷ്യരെ കൊണ്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്യിക്കുന്നത്. ദൈവസഭയെ അതിന്റെ യഥാർത്ഥ ലക്ഷ്യം നിർവഹിക്കാൻ അനുവദിക്കാതെ സഭയെ പുളിപ്പിൽ മലിനമാക്കിയിട്ട് അത് ചതിക്കുകയും വഞ്ചിക്കുകയും ചെയ്യും. അത് പൗലോസ് വ്യക്തമായിട്ട് ഇവിടെ ശുശ്രൂഷക വൃന്ദത്തിന്റെ ഉത്തരവാദിത്വമാണ് പറയുന്നത്. ഈ എഫേസ്യ ലേഖനം 4-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ഉപദേഷ്ടാക്കന്മാരായും ഇടയന്മാരായും സുവിശേഷകന്മാരുമായിട്ടൊക്കെ നിയമിച്ചിരിക്കുന്നെന്ന് പറഞ്ഞിട്ടാണ് താഴോട്ട് പറയുന്നത്. എന്താണ് അവരുടെ കർത്തവ്യം? അത് നമ്മൾ വായിക്കുമ്പോൾ അവിടെ നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണമായ പ്രായത്തിന്റെ അളവ് പ്രാപിക്കുമ്പോൾ വിശുദ്ധന്മാരുടെ
യഥാസ്ഥാനത്തിനായിട്ടുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനയ്ക്കുമാകുന്നു ശുശ്രൂഷകന്മാരെ ദൈവം സഭയിലാക്കിയിരിക്കുന്നത്. എന്നിട്ടാ പറയുന്നത്, അങ്ങനെ ഇനി നാം മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ. അപ്പൊ സഭയിൽ കർത്താവ് 5 വിധ ശുശ്രൂഷക വൃന്ദത്തെ തന്നിരിക്കുന്നത് വിശ്വാസികളെ ഒരു വിധത്തിലും അവർ ചതിക്കപ്പെടാതിരിക്കാനും മറ്റുള്ളവരാൽ അവർ വഞ്ചിക്കപ്പെടാതിരിക്കാനുമാണ്. പക്ഷെ ഇന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് സംഭവിക്കുന്നത്, പാപം പിടിച്ച വിശ്വാസികളെ ശുശ്രൂഷകന്മാര് തന്നെ എന്ത് ചെയ്യാണ്? വഞ്ചിക്കുകയും ചതിക്കുകയും ചെയ്യും. സാധുക്കളായ വിശ്വാസികളുടെ മധ്യത്തിലേക്ക് പൊളിപ്പെന്ത് ചെയ്യുക? അവര് തന്നെ കലക്കുക, അവരെയും പൊളിപ്പിക്കും. ഇത് ദൈവസഭയുടെ വളർച്ചയോടുള്ള ബന്ധത്തിലും അതിനെ തകർക്കാനുള്ള പിശാചിന്റെ പദ്ധതിയോടുള്ള ബന്ധത്തിലും കർത്താവ് അത് സഭ സ്ഥാപിതമാകുന്നതിന് മുൻപ് തന്നെ എന്തുവാണ്? വളരെ ശക്തമായ മുന്നറിയിപ്പ് ഈ ഉപമയിലൂടെ നൽകുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ ആ ഉപമ അവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത ഉപമ എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന് 44-ാമത്തെ വാക്യമാണ്. നിലത്തിലെ നിധി എന്ന ഉപമയാണ് കർത്താവ് അവിടെ സൂചിപ്പിക്കുന്നത്. മത്തായി മാത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ഉപമയാണ്. ആ വാക്യം ഞാൻ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിലെ 44-ാമത്തെ വാക്യം. സ്വർഗരാജ്യം വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധിയോട് സദൃശ്യം. അത് ഒരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതേക്കും വിറ്റ് ആ വയൽ വാങ്ങി. ഇതാണ് നമുക്ക് 6ാമതായി കർത്താവ് പറയുന്ന ചിന്തിക്കാനുള്ള ഉപമ എന്ന് പറയുന്നത്. നിലത്തിലെ നിധി. സ്വർഗരാജ്യം വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധിയോട് സദൃശ്യം. ഇപ്പൊ ദൈവസഭ എന്ന് പറയുന്നത്, സ്വർഗരാജ്യം എന്ന് പറയുന്നത് വയലിൽ ഒളിപ്പിച്ച ഒരു നിധിക്ക് തുല്യമാണ്, സദൃശ്യമാണ്. അത് ഒരു മനുഷ്യൻ എന്ത് ചെയ്തു? കണ്ടു. എന്താ മനുഷ്യൻ കണ്ടത്? വയലിൽ ഒളിഞ്ഞു കിടക്കുന്ന, ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിധി ഒരു മനുഷ്യൻ കണ്ടു മനസ്സിലാക്കി. എന്നിട്ട് അത് മറ്റാരും കാണാതിരിക്കാനായിട്ട് അദ്ദേഹം അത് മറച്ചു വെച്ചു. കാരണം അന്നേരം അത് എടുത്തുകൊണ്ട് പോയാൽ എല്ലാവരും കാണും. അതുകൊണ്ട് അത് മറച്ചു വെച്ചിട്ട് അദ്ദേഹം സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളത് എല്ലാം വിറ്റിട്ട് ആ പണം കൊണ്ട് ഈ ഭൂമി അങ്ങ് മേടിച്ചു. അത് ആ ഭൂമി തനിക്ക് ആവശ്യമുണ്ടായിട്ടാണോ? അല്ല, മറിച്ച് അതിനകത്തെ നിധിയെ കൈവശമാക്കാനായിട്ട് അദ്ദേഹം ബുദ്ധിയോടെ ചെയ്തൊരു പ്രവൃത്തി. ഓക്കെ, നമുക്ക് ചിന്തിക്കാം. നിധി, നിക്ഷേപം, സമ്പത്ത് എന്നൊക്കെ പറയുന്ന പദങ്ങളുടെ ഒരു ഏക അർത്ഥമാണ്. നിധി എന്ന് പറയും, നിക്ഷേപം എന്ന് പറയും, സമ്പത്ത് എന്ന് പറയും. എബ്രായ ഭാഷയില് മത്മോൻ എന്നാണ് നിധിക്ക് പറയുന്നത്. മത്മോൻ, എബ്രായ ലാംഗ്വേജിൽ മത്മോൻ എന്നാണ് പദം. ഞാൻ അതിനെ ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു വാക്യം വായിച്ചു കേൾപ്പിക്കാം. 43-ാം അധ്യായത്തിന് 23-ാമത്തെ ഉൽപ്പത്തി പുസ്തകം 43-ാം അധ്യായത്തിന്റെ 23. ഇങ്ങനെയാണ് ആ വാക്യം. അതിന് അവൻ, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങളുടെ ദൈവം നിങ്ങളുടെ അപ്പന്റെ ദൈവം തന്നെ. നിങ്ങളുടെ ചാക്കിൽ നിങ്ങൾക്ക് നിക്ഷേപം തന്നിരിക്കും. നിങ്ങളുടെ ദ്രവ്യം എനിക്ക് കിട്ടി എന്ന് പറഞ്ഞ് ശിമോനെയും അവരുടെ അടുക്കൽ പുറത്തു കൊണ്ടുപോയി. ഇത് ജോസഫ് പറയുന്ന വാക്കാണത്. അവിടെ നിന്ന് പറഞ്ഞത് നിങ്ങളുടെ ദ്രവ്യം എന്ന് പറയും.
അപ്പം നിധി എന്നർത്ഥമുണ്ട്. ഈ മത്മോൻ എന്നുള്ള വാക്കിന് നിക്ഷേപം എന്നർത്ഥമുണ്ട്, ദ്രവ്യം എന്നുണ്ട്, സമ്പത്ത് എന്നൊക്കെ പറയുന്ന പദമാണ് ഈ മത്മോൻ എന്ന് പറയുന്ന വാക്ക്. മറ്റൊരു പദം കൂടെ യെശയ്യാ 33:6 ഉപയോഗിക്കുന്നുണ്ട്. ഒത്സോർ എന്ന എബ്രായ പദമാണ്. ഒത്സോർ. യെശയ്യാ 33:6 വാക്യം. യെശയ്യാ പ്രവചനം 33:6. ഇങ്ങനെയാണ് വാക്യം പറയുന്നത്: നിന്റെ കാലത്ത് സ്ഥിരതയും രക്ഷാസമൃദ്ധിയും ജ്ഞാനവും പരിജ്ഞാനവും ഉണ്ടാകും. രക്ഷാസമൃദ്ധി, സമൃദ്ധി, സമൃദ്ധി, നമ്മൾ പ്രോസ്പെരിറ്റി എന്നൊക്കെ പറയുന്നത് തന്നെയാണ്. സമ്പത്ത് എന്ന് പറയുന്നത് തന്നെയാണ്. സമ്പത്തിന്റെ ദൈവശാസ്ത്രം എന്നൊക്കെ നമ്മൾ പ്രോസ്പെരിറ്റി തിയോളജി എന്നൊക്കെ പറയുന്നത്. 12 വാക്യം കൂടെ നിങ്ങൾ ചേർത്ത് എഴുതിക്കൊള്ളുക. സദൃശ്യവാക്യം 15:16, 21:20. മൂന്നാമതൊരു പദം സദൃശ്യവാക്യത്തിലുണ്ട്. ഹോസൽ എന്നാ പറയുന്നത്. ഹോസൽ. സദൃശ്യവാക്യം 15-ാം അധ്യായത്തിന്റെ 16 വാക്യം. അവിടെ എല്ലാം സമ്പത്തെന്നും നിക്ഷേപമെന്നും നിധി എന്നും ഒക്കെയാണ് നമ്മൾ കാണാൻ കഴിയുക. ഇനി ഗ്രീക്കില് നിധി എന്ന പദത്തിന് അല്ലെങ്കിൽ സമ്പത്ത് എന്ന് പറയുന്ന പദത്തിന് കൊടുത്തിരിക്കുന്ന വാക്ക് തീസോറോസ് എന്ന പദമാണ്. തീസോറോസ്. ഗ്രീക്ക് ഭാഷയിൽ കൊടുത്തിരിക്കുന്ന വാക്ക് തീസോറോസ് എന്നാണ്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിലെ യേശുവിന്റെ ജനന സമയത്ത് വിദ്വാൻമാര് യേശുവിനെ കാണുന്നു. 2:11 മത്തായി 2:11 ആ പദം കൊടുത്തിരിക്കുന്നത്. നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് അവർ അവന് പൊന്നെ മൂരെ കുന്തിരിക്കം എന്ത് ചെയ്തു? കാഴ്ചവെച്ചു. ഈ പൊന്നെ മൂരെ കുന്തിരിക്കം എന്നൊക്കെ പറഞ്ഞത് വളരെ വിലയുള്ള വസ്തു. ആ കാലങ്ങളിൽ അത് സുഗന്ധ ദ്രവ്യമാണ്. വളരെ വിലയുള്ള, വളരെ വാല്യൂഡ് ആയിട്ടുള്ള വസ്തു. അതൊക്കെ സൂക്ഷിക്കുന്ന പാത്രത്തിന് പോലും പറയുന്ന പേര് നിക്ഷേപ പാത്രം. നിക്ഷേപം എന്ന് ഒരുപാട് പ്രാവശ്യം കർത്താവ് പുതിയ നിയമത്തിൽ ഉപയോഗിക്കുന്നു. ഞാൻ ചില വാക്യങ്ങൾ പറയാൻ നിങ്ങൾ റെഫർ ചെയ്തോളൂ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19, 20, 21 വാക്യം. ലൂക്കോസ് 12:33-34 വാക്യങ്ങൾ. എബ്രായ ലേഖനം 11:26 മോശയെ കുറിച്ച് പറയുമ്പോൾ മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമായിട്ട് എണ്ണി എന്ന് നമ്മൾ വായിക്കും. ഇവിടെ എല്ലാം നിക്ഷേപം, നിധി എന്നൊക്കെയാണ് ആ വാക്ക് അർത്ഥമാക്കുന്നത്. അപ്പൊ നിക്ഷേപം അല്ലെങ്കിൽ നിധി എന്ന് പറയുന്നത് സംഭരിച്ച് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള അമൂല്യ വസ്തുക്കളെയാണ് എപ്പോഴും എന്ത് പറയുന്നത്? നിക്ഷേപം എന്ന് പറയും, അല്ലെങ്കിൽ നിധി എന്ന് പറയും. സംഭരിച്ച് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള അമൂല്യ വസ്തുക്കളാണ് എപ്പോഴും നിധി അല്ലെങ്കിൽ നിക്ഷേപം. നമുക്കറിയാം, നമ്മുടെ നാട്ടിലും ചില സ്ഥലങ്ങളിലൊക്കെ റബ്ബർ കുഴി എടുക്കുമ്പോഴും കിണർ കുഴിക്കുമ്പോഴും ഒക്കെ നിധി കിട്ടാറുണ്ടല്ലേ. അത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അവിടെയൊക്കെ ജീവിച്ച ആളുകള് പിന്നെ അവരുടെ സ്വർണവും വിലപ്പെട്ട വസ്തുക്കളൊക്കെ മൺകുടങ്ങളിലാക്കിയിട്ട് എന്ത് ചെയ്യും? അത് മറ്റുള്ളവരെ അപഹരിക്കാതിരിക്കാനായിട്ട് മണ്ണിൽ കുഴിച്ചിടുക പതിവാണ്. പ്രത്യേകിച്ച് ഈ നമുക്കറിയാം മലബാർ ലഹള, മാപ്പിള ലഹള എന്നൊക്കെ നമ്മൾ വായിക്കുന്ന കേൾക്കുന്ന സംഭവ കാലഘട്ടങ്ങളിൽ മുസ്ലിംസും ഹിന്ദുക്കളും തമ്മിൽ വലിയ കലാപവും യുദ്ധവും ഒക്കെ നടന്ന കാലഘട്ടത്തിൽ ഹിന്ദുക്കളായിരിക്കുന്ന വലിയ വലിയ പ്രമാണി കുടുംബങ്ങൾ, അവരൊക്കെ ഒരുപാട് ഭൂസ്വത്ത്, ഒരുപാട് സ്വർണവും ഒരുപാട് വിലപ്പെട്ട വസ്തുക്കളൊക്കെ ഉള്ളവരാണ്. അപ്പൊ ആ കാലങ്ങളില് ഈ മതത്തിന്റെ പേരിലോ രാഷ്ട്രീയത്തിന്റെ പേരിലോ ഒക്കെ ചേരി തിരിഞ്ഞ് ആക്രമിച്ചിട്ട് അവരുടെ വിലപ്പെട്ട വസ്തുക്കൾ കൊള്ളയടിക്കുകയും ചെയ്യുവാണ്. പ്രധാനപ്പെട്ട ജോലി കൊള്ളയടിപ്പായിരുന്നു. ആ വീട്ടിലെ വീട്ടുകാരെ കൊന്നിട്ട് എന്ത് ചെയ്യുക? അവരുടെ വിലയേറിയ വസ്തുക്കൾ എന്ത് ചെയ്യുക? കൈവശപ്പെടുത്തി. അത് മലബാറിലൊക്കെ നന്നായിട്ട് നടന്നിട്ടുണ്ട്, ആ ചരിത്രത്തിലുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇവര് പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുമ്പോൾ ഇതെല്ലാം കൊണ്ടുപോകാൻ സാധിക്കത്തില്ല.
ഏതെങ്കിലും സമയത്ത് പ്രാണൻ രക്ഷപ്പെട്ടെങ്കിൽ തിരിച്ചു വന്ന് എടുക്കാനായിട്ട് എന്ത് ചെയ്തു? കുഴി കുത്തി അവർ പലയിടങ്ങളിലും ഇതൊക്കെ മൺകുടങ്ങളിലാക്കി അല്ലെ ചെമ്പുകുടങ്ങളിലാക്കിയിട്ട് എന്ത് ചെയ്തു? അവര് മണ്ണിൽ കുഴിച്ചിട്ടിട്ടാണ് പലരും ജീവൻ രക്ഷിക്കാൻ വേണ്ടി രാത്രിക്ക് രാത്രി പ്രയാണം ചെയ്ത് ഓടിയത്. അത് കാലാന്തരങ്ങൾ കഴിഞ്ഞ് മറ്റു പലരുടെയും കയ്യിൽ ആ വസ്തുവൊക്കെയായി അത് എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് കുഴിക്കുമ്പോൾ അവിടെ നിന്ന് മൺകുടങ്ങളും ചെമ്പുകുടങ്ങളും ഒക്കെ എന്ത് ചെയ്താറുണ്ട്? കിട്ടാം. അതിനെയൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നിധി എന്ന് പറയുന്നത്. അതിനെയാണ് നിക്ഷേപം എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. അപ്പൊ സംഭരിച്ച് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള അമൂല്യ വസ്തുക്കളാണ് നിക്ഷേപം അല്ലെങ്കിൽ നിധി എന്ന് പറയുന്നത്. വിലയേറിയ സമ്മാനങ്ങൾ, വെള്ളി, പൊന്ന്, രത്നങ്ങൾ തുടങ്ങിയവ മാത്രമല്ല, എണ്ണ തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളും സൂക്ഷിച്ചു വെക്കാറുണ്ട്. അവയ്ക്ക് സംഭാരങ്ങൾ എന്നാണ് പേര്. ഇസ്രയേലിയർ മിസ്രൈമിലെ സംഭരണ നഗരങ്ങൾ പണിത് അല്ലെങ്കിൽ സംഭരിക്കാനുള്ള സൂക്ഷിക്കാനുള്ള നഗരങ്ങൾ പണിതു എന്നാണ് പുറപ്പാട് 2:11 നമ്മൾ വായിക്കുന്നത്. ആഹാരവസ്തുക്കൾ സംഭരണ പട്ടണങ്ങൾ പണിത് സൂക്ഷിക്കാറുണ്ട്. ഈ എണ്ണ സൂക്ഷിക്കുക, കാരണം ഇതിന് ലഭ്യത ഇല്ലാതാകുമ്പോൾ അത് ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കാനായിട്ട് എന്ത് ചെയ്യുക? ഇത് സ്റ്റോർ ചെയ്യാനായിട്ട്. നമ്മൾ ഇന്നതിനെ ഗോഡൌൺ എന്നൊക്കെ പറയും, ഇന്നത്തെ ഭാഷയിൽ സ്റ്റോർ റൂം എന്ന് പറയും, അല്ലെങ്കിൽ സ്റ്റോറേജ് എന്ന് പറയും. പക്ഷെ ആ കാലങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന പദം എന്ന് പറയുന്നത് സംഭരണം. അത് നിധി പോലെ സൂക്ഷിക്കുക. നല്ല വിലയുള്ളതാണെങ്കിൽ എന്താണ്? അത് വളരെയധികം സൂക്ഷിക്കപ്പെടുന്നതാണ്. അത് സൂക്ഷിക്കാനായിട്ട് പല മാർഗങ്ങൾ ആ കാലങ്ങളിൽ മനുഷ്യർ ഉപയോഗിക്കും. ചില ആളുകളെയൊക്കെ വലിയ വലിയ സമ്പന്നരായ ആളുകളെയൊക്കെ ശവസംസ്കാരം നടത്തുമ്പോൾ അവരുടെ കല്ലറയ്ക്കകത്തും ഇങ്ങനെയുള്ള വിലയേറിയ വസ്തുക്കൾ ആലേഖനം ചെയ്ത് അവരെ ശവം അടക്കുന്ന രീതി നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. വലിയ വലിയ സമ്പന്നരായ ആളുകളെ അടക്കുമ്പോൾ സ്വർണവും അവരുപയോഗിച്ച് വിലപ്പെട്ട വിലയേറിയ സമ്മാനങ്ങളും വിലപ്പെട്ട വസ്തുക്കളൊക്കെ അവരുടെ ഉൾമാടത്തിനകത്ത് ചേർത്ത് വെച്ച് അടക്കിയിട്ടുണ്ട്. അത് പിന്നീട് നിധിയായിട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വിലയേറിയ സമ്മാനങ്ങൾ, വെള്ളി, പൊന്ന്, രത്നങ്ങൾ തുടങ്ങിയവ മാത്രമല്ല, എണ്ണ തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളും എന്താണ്? സൂക്ഷിക്കാറുണ്ട്, സംഭരിക്കാറുണ്ടെന്നുള്ളത് ആ കാലങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ദേവാലയത്തോടും അതുപോലെ തന്നെ രാജഗൃഹത്തോടും ചേർത്ത് ഭണ്ഡാരങ്ങൾ നിർമ്മിച്ചിരുന്നു. നമുക്കറിയാം, യെരൂശലേം ദേവാലയമാണെങ്കിൽ ദേവാലയത്തിൽ ഒരുപാട് വിലയേറിയ ഉപകരണങ്ങളുണ്ട് അല്ലെ? ആരാധനയെ സംബന്ധിച്ച്, യാഗപീഠത്തെ സംബന്ധിച്ച്, കൃപാസനം സംബന്ധിച്ച് ഒക്കെ വിലപ്പെട്ട ഒരുപാട് എന്ന് പറയാൻ അതെല്ലാം പൊന്നുകൊണ്ടും വെള്ളി കൊണ്ടൊക്കെ ഉണ്ടാക്കിയ വസ്തുക്കളാണ്. അതൊക്കെ വിലയേറിയ വസ്തുക്കൾ. അതൊക്കെ സൂക്ഷിക്കാനായിട്ട് ദേവാലയത്തോട് ചേർന്ന് ഭണ്ഡാരങ്ങൾ, അതിന് ഭണ്ഡാര വിചാരകന്മാരുണ്ട്, ഭണ്ഡാര സൂക്ഷിപ്പുകാരുണ്ട്. എല്ലാം വിലയേറിയ വസ്തുക്കളായതുകൊണ്ടാണ് അങ്ങനെ എന്ത് ചെയ്തത്? പ്രത്യേക സൂക്ഷിപ്പ്. നമുക്കറിയാലോ, അമ്പലങ്ങൾക്ക് ഒരുപാട് വിലപ്പെട്ട സൂക്ഷിപ്പുകാർ ഇല്ലേ? അതിനൊക്കെ പ്രത്യേക ആളുകളെ നിയോഗിച്ചിട്ടുണ്ട്, ശമ്പളം കൊടുത്തത് സൂക്ഷിക്കാൻ ആളുകളുണ്ട്. ചില സമയത്തൊക്കെ നഷ്ടപ്പെടുന്നതൊക്കെ നമ്മൾ വാർത്ത കാണാറുണ്ട്, മോഷ്ടിക്കാറുണ്ടല്ലേ? ഓക്കെ. എന്നാല് നമുക്ക് സദൃശവാക്യം 15:16 വായിക്കുമ്പോൾ, നീതിമാന് ധാരാളം നിക്ഷേപം ഉണ്ടായിരിക്കും, ജ്ഞാനിയുടെ പാർപ്പിടത്തിൽ വിലയേറിയ നിക്ഷേപ തൈലവും ഉണ്ടെന്നാണ് ശലോമോൻ പറയുന്നത്. സദൃശവാക്യം 15:16, 21:20 നിങ്ങൾ വായിക്കുമ്പോൾ, നീതിമാന് ധാരാളം നിക്ഷേപം ഉണ്ടായിരിക്കും, ജ്ഞാനിയുടെ പാർപ്പിടത്തിൽ വിലയേറിയ നിക്ഷേപവും തൈലവും ഉണ്ട് എന്ന് പറയും. തൈലം എന്ന് പറയുമ്പോൾ സാധാരണ തലേ തൂക്കുന്ന വെളിച്ചെണ്ണയല്ല, മറിച്ച് അത് വളരെ വിലപ്പെട്ട വിലയേറിയ തൈലം. നമുക്കറിയാം, അഭിഷേക തൈലം എന്ന് പറയുന്നൊരു തൈലം ഇസ്രയേലിൽ പിന്നെ അത് പ്രത്യേകിച്ച് രാജാക്കന്മാരെയും പുരോഹിതന്മാരെയൊക്കെ വാഴിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അത് ഭയങ്കര വിലയേറിയ തൈലം. അത് സാധാരണക്കാരൻ ഉണ്ടാക്കാൻ പാടില്ല, സൂക്ഷിക്കാൻ പാടില്ല. അത് കൊലക്കുറ്റമാണ്. അത് പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണ്. അത് വളരെ മൂല്യമാണ്, വളരെ വിലയുള്ളതാണ്. അപ്പൊ അതുപോലെ നീതിമാനായ ഭക്തന്മാരുടെയൊക്കെ ഭവനങ്ങളിൽ നിക്ഷേപം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ വിലപ്പെട്ട തൈലവും ഒക്കെ ഉണ്ടായിരിക്കുമെന്നാണ് സദൃശവാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്.
സദൃശവാക്യം 10-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം നമ്മൾ വായിച്ചാല് ദോഷമാർഗത്തിലൂടെ നേടിയ നിക്ഷേപങ്ങൾ പ്രയോജനപ്പെടില്ലെന്ന് പറയും. ദോഷമാർഗത്തിലൂടെ നേടിയ നിക്ഷേപങ്ങൾ പ്രയോജനപ്പെടില്ല. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ യേശു പറയുന്നു, ഭൗമിക നിക്ഷേപങ്ങൾ നഷ്ടപ്പെടുത്തുന്നതും പുഴുവരിക്കുന്നതും തുരുമ്പെടുക്കുന്നതുമാണ്. അല്ലെ, ഈ പ്രഭാഷണത്തില് ഇപ്പൊ കഴിഞ്ഞ കർത്താവ് 9-ാം അധ്യായത്തിൽ ഇത് പറയുന്നു. ഭൗമിക നിക്ഷേപങ്ങൾ നഷ്ടപ്പെടുന്നതാണ്, പുഴുവരിക്കുന്നതാണ്, തുരുമ്പ് എടുക്കുന്നതാണ്. അവയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നവന്റെ ഹൃദയം അതിൽ ആകുമെന്ന് കർത്താവ് മുന്നറിയിപ്പ് നൽകുന്നു. എന്തിന്? നിക്ഷേപങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നവന്റെ ഹൃദയം നിക്ഷേപത്തിലാകും. മത്തായി 6:21 വായിക്കുമ്പോഴും ലൂക്കോസ് 12:20-21 വാക്യങ്ങൾ വായിക്കുമ്പോഴും നമുക്കത് കാണാനായിട്ട് സാധിക്കും. കർത്താവിന്റെ തുടർന്നുള്ള പ്രസ്താവന നമ്മൾ വായിച്ചാൽ, സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കേണ്ടതിന് ദൈവം അല്ലെ കർത്താവ് മനുഷ്യരെ ഉപദേശിക്കുന്നതും നമ്മൾ കേൾക്കുന്നു. കാരണം സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകേണ്ടതിന് നമുക്ക് ഭൂമിയിലെ പല നിക്ഷേപങ്ങളും അല്ലെങ്കിൽ പല സമ്പത്തുകളും ഉപേക്ഷിക്കേണ്ടതായിട്ട് വരുമെന്നാണ് യേശു പഠിപ്പിക്കുന്നത്. മത്തായി 19:21, മർക്കോസ് 10:21, ലൂക്കോസ് 18:22. സ്വർഗീയ നിക്ഷേപം സ്വർഗത്തിൽ സ്വരൂപിക്കണമെങ്കിൽ, അല്ലെങ്കിൽ സ്വർഗീയ നിക്ഷേപം സ്വർഗത്തിൽ നിക്ഷേപിക്കണമെങ്കിൽ ഭൂമിയിലെ നിക്ഷേപം ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് കർത്താവ് പറയും. അതുപോലെ തന്നെ സദൃശ്യവാക്യം 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യവും യെശയ്യാ പ്രവചനം 33:6-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചാൽ, ജ്ഞാനവും യഹോവ ഭക്തിയും നിക്ഷേപമായിട്ടാ പറയും. ജ്ഞാനവും യഹോവ ഭക്തിയും എന്താണ്? ഒരു നീതിമാനെ സംബന്ധിച്ച് അവന്റെ നിക്ഷേപമാണ്. മലാക്കി പ്രവചനം 3-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം വായിച്ചാല്, ഞാനിതൊക്കെ പറയാം, വായിച്ചാൽ ഒരുപാട് സമയം പോകുന്നുണ്ട്, ഞാൻ ഒത്തിരി വാക്യങ്ങളുണ്ട്. മലാക്കി 3:17 വായിക്കുമ്പോൾ ഭക്തന്മാർ യഹോവയുടെ നിക്ഷേപമാണെന്നാണ് വായിക്കുന്നത്. ദൈവഭക്തന്മാർ എന്ന് പറയുന്നത് ദൈവത്തിന്റെ നിക്ഷേപമാണ്. മലാക്കി 3:17. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിലെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ രക്ഷയുടെ സുവിശേഷത്തെ പൗലോസ് നിക്ഷേപമായിട്ടാണ് കാണുന്നത്. രക്ഷയുടെ സുവിശേഷത്തെ പൗലോസ് എന്തായിട്ട് കാണുന്നു? നിക്ഷേപമായിട്ട്, നിധിയായിട്ടാണ് കാണുന്നത്. 2 കൊരിന്ത്യർ 4 അതിന് ഉപനിധി എന്നായിരിക്കും അവിടെ പറഞ്ഞിരിക്കുന്നത്. അതാണ് നിധി എന്ന ഉപനിധി. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 3-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് അവിടെ പറയുന്നത്, ക്രിസ്തുവിൽ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങൾ ഗുപ്തമായിരിക്കുന്നു. യേശു ക്രിസ്തുവിൽ എന്തുണ്ട്? ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിക്ഷേപങ്ങള് ഗുപ്തമായിരിക്കുന്നു. കൊലോസ്യർ 2:3. എബ്രായ ലേഖനം 11:26 അവിടെ പറയുന്ന നിക്ഷേപം രാജകീയ നിക്ഷേപങ്ങളെക്കാട്ടിലും ശ്രേഷ്ഠമാണ്. ഇസ്രയേലിലെ നിക്ഷേപങ്ങളെക്കാട്ടിലും ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം, അതും നിക്ഷേപ ധനം എന്നാ പറയും. ക്രിസ്തുവിന്റെ നിന്നയും എന്താണ്? വലിയ ധനമാണ്, വലിയ നിക്ഷേപമാണ്. അത് മോശ അതങ്ങനെ മനസ്സിലാക്കുകയും അത് കരസ്ഥമാക്കുകയും ചെയ്തതായിട്ടാണ് പൗലോസ് രേഖപ്പെടുത്തിയത്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 35-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ, നല്ല മനുഷ്യൻ തന്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കും. സംസാരത്തെ കുറിച്ച്, വാക്കുകളെ കുറിച്ച്, നാവിനെ കുറിച്ചൊക്കെ കർത്താവ് പറഞ്ഞേച്ച് അതാ പറയാണ്, നല്ല മനുഷ്യൻ തന്റെ നല്ല നിക്ഷേപത്തിൽ എന്ന് പറഞ്ഞാൽ ഹൃദയം നിറഞ്ഞു കവിയുന്നതും ആ സംസാരിക്കുന്നത് പറയുമ്പോൾ ഹൃദയത്തിനകത്ത് നമ്മൾ എന്താണോ നിധി പോലെ സൂക്ഷിക്കുന്നത്, എന്താണോ കരുതൽ നിക്ഷേപം പോലെ കരുതിയിരിക്കുന്നത്, ഹൃദയത്തിനകത്ത് എന്താണോ നമ്മള് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, അതാണ് അധരങ്ങളിലൂടെ പുറത്തേക്ക് വരുന്നത്.
നല്ലത് ഹൃദയത്തിനകത്ത് നമ്മൾ സൂക്ഷിച്ചാൽ, നിക്ഷേപിച്ചാൽ നല്ലതെന്ത് ചെയ്യും? പുറത്തേക്ക് വരും. അല്ല, ആകാത്തതാണ് ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതെങ്കിൽ, നിക്ഷേപിച്ചിരിക്കുന്നതെങ്കിൽ പുറത്തേക്ക് വരുന്നത് എന്താണ്? ആകാത്തതാണ് എന്ന് കർത്താവ് പറയും. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇതിന്റെ വിശദീകരണം പറയാം. ഇപ്പൊ ജസ്റ്റ് ഞാൻ നിക്ഷേപം എന്നുള്ള വാക്കിനെ കുറിച്ചുള്ള ചിന്ത അല്ലെങ്കിൽ വാക്യങ്ങൾ പല നിലകളിൽ, പല അർത്ഥങ്ങളില് നിക്ഷേപം, നിധി, സമ്പത്ത് എന്നൊക്കെ പറയുന്ന പദം ഏതൊക്കെ നിലവാരത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്നൊന്ന് മനസ്സിലാക്കാനായിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഉപമയുടെ വിശദീകരണം അടുത്ത ആഴ്ചയിൽ നമുക്ക് ദൈവം അനുവദിച്ചാൽ ചിന്തിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥനയോടെ ആയിരിക്കാം. പരസ്പരം ഓർക്കാൻ പ്രാർത്ഥിക്കാം.